ഞാൻ അഞ്ജനനെ ആദ്യമായിട്ട് ബസ്സിലാണ് കണ്ടത്. ബസ്സിൽ വെച്ച് കഴിഞ്ഞാല് തെറ്റി കയറിയിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടു തുടങ്ങിയ ബസ്സിൽ. പിന്നെ അവരെ കോളേജിന്റെ വഴി കൂടെ ഒക്കെ കുറെ നടന്ന് 1 വർഷം ഞാൻ സംസാരിച്ച് ശല്യം ചെയ്ത് അങ്ങനെ പിന്നാലെ പോയി ഒരുവിധം ഓക്കെ ആക്കി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഇതൊന്ന് കല്യാണം എങ്ങനെയെങ്കിലും കല്യാണത്തിലേക്ക് എത്തിക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പലതവണ ആലോചിക്കട്ടെ, എന്തുകൊണ്ട് നീ എന്തോ കണ്ടു ഇഷ്ടപ്പെട്ടു. അതന്നെ, കൂടുതൽ എനിക്ക് അറിയില്ല. ഏതോ ഒരു പ്രത്യേക മൊമെന്റിൽ അത് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ വിട്ടുകളയാനും തോന്നിയില്ല. എനിക്കിപ്പോ ഇവളെ പറ്റി പറയാനാണെങ്കിൽ ഞാനിപ്പോ എങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവളോട് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഓക്കെ ആവും. അതിപ്പോ വേറെ ആരോട് സംസാരിച്ചിട്ട് ശരിയാവണേക്കാട്ടും കൂടുതൽ ഇവളുടെ അടുത്താണ്. എനിക്കൊരു എന്താ പറയുക കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയാനായിട്ട് അഞ്ജനയാണ്. വെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സൈറ്റ്മെന്റിനെക്കാളും കൂടുതലും ഈ ഒരു ടെൻഷൻ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല ഡയലോഗില് അതുപോലത്തെ ഒരു അവസ്ഥ. ആകെ ഒരു ടെൻഷനിലായിരുന്നു സത്യത്തില്. എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. പിന്നെ ഇവളും എടുത്തുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ഡൗൺ ആവുമ്പോ അപ്പൊ പറയും ധൈര്യത്തിന് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കും. കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ ആ ഒരു ടൈമിൽ അതൊക്കെ മറന്നു. സത്യത്തിൽ മൈൻഡൊക്കെ ആ ടൈമിൽ ആകെ ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയിലായിരുന്നു. കുറെ ആഗ്രഹിച്ചൊരു മൊമെന്റ് ആയിരുന്നല്ലോ അത്. അതിലൊരു എക്സൈറ്റ്മെന്റും ടെൻഷനും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സർ പരുവത്തിലായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. ശരിക്കും അവരോട് തന്നെ താങ്ക്സ് ആണ്, വീട്ടുകാരോട്. അല്ല, അവര് കാരണമാണല്ലോ ഇപ്പൊ ഒന്നിച്ചത്. പിന്നെ ഇവളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാനും സ്ട്രോങ് ആയിട്ട് നിന്നു. അത്ര തന്നെ. വർഷങ്ങൾ ജീവിക്കുക സന്തോഷത്തോടു കൂടിയിട്ട്, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കുറേ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ യാഥാർത്ഥ്യമാക്കുക. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇനിയുള്ള ലൈഫൊക്കെ സന്തോഷത്തോടു കൂടി ഒന്നിച്ച്. തല്ലുണ്ടാവും, തല്ലൂട്ടുണ്ടാവും, അതൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു അടുപ്പുണ്ടല്ലോ, അതാണ് അതിൽ ഏറ്റവും വലുത്. നീ തീണ്ടും പോതെല്ലാം തേടും പോതെല്ലാം എന്നും കട്ടുതേ എന്നുള്ളേ ഏതോ ആടുതേ എല്ലാമേ മാറിപ്പോകുതേ കാണാத കാட்சிയെല്ലാം കണ്ണോട് சேர பேராசைയുള്ള കൂടുതേ
இது